എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം പലവ്യഞ്ജനവും ഒപ്പം തന്നെ പച്ചക്കറിയുടെ എല്ലാത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചാല മാർക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ ഓടിയെത്തുക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓണത്തിന് നമുക്ക് ഏറ്റവും ഈ അത്തപ്പൂക്കളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പൂക്കൾ വാങ്ങാനായിട്ടും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എത്തുക ഈ ചാല മാർക്കറ്റിലേക്ക് തന്നെയായിരിക്കും. രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ പൂ വിപണി എല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തമിഴ്നാട്ടിൽ നടക്കമുള്ള പൂവെല്ലാം തന്നെ എത്തുന്നത് ഈ അതിരാവിലെയാണ്. അതിരാവിലെ ഇവിടെ പൂ എത്തി അവർ ഈ വിവിധ രീതികളിലായിട്ട് ഈ ബാസ്ക്കറ്റുകളായിട്ട് തന്നെ തിരിച്ച് അങ്ങനെയാണ് അതിൻ്റെ ഒരു വിപണനമൊക്കെ നടത്തുന്നത്. ഈ സ്കൂളുകളിലും ഒപ്പം തന്നെ കോളേജുകളിലെയും ഓഫീസുകളിലെയും ഒക്കെ തന്നെ ഈ ഓണാഘോഷമൊക്കെ തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളൊരു തിരക്കുണ്ടായിരുന്നു എന്നാണ് അവർ നമുക്ക് സംസാരിച്ചപ്പോൾ പറയുന്നത്. ഏതായാലും ഈ ഒരു പൂവിപണിയുടെ ഒരു കാര്യങ്ങളൊന്ന് ചോദിച്ചു വെക്കാം. ചേട്ടാ ഇപ്പം ഓണമായിട്ട് എങ്ങനെയുണ്ട് പൂവിപണി? നല്ല കച്ചവടമുണ്ട്, നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ ആയിരുന്നല്ലോ ഫംഗ്ഷൻ എല്ലാവരും, ബാങ്ക്, കോളേജ്, സ്കൂള് എല്ലാം നേരത്തെ ആയിരുന്നു. ഓണാഘോഷവും എല്ലാ പരിപാടി നേരത്തെ അല്ലേ. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. പൂരാട, ഇനി ഉത്രാടം, തിരുവോണം, 2 ദിവസം കൂടെ ഉണ്ട്. ഇത്തവണ പൂവിന്റെ ഒരു വിലക്കയറ്റവും അതിന്റെ ഒരു വില നിലവാരമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല വിലയായിരുന്നു. വെള്ള ജമന്തിയൊക്കെ നല്ല വില പോയി. വെള്ള റോസ്, വാടാമുല്ല ഇതെല്ലാം ഒരുവിധം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ 300 രൂപയൊക്കെ ആയിരുന്നു തുടക്കം. അതിപ്പോൾ തന്നെ തുടക്കത്തിലെ 400, 500, 600 രൂപയൊക്കെ പോയി. നല്ല വിലയുണ്ട് എല്ലാ സാധനവും. മഞ്ഞയും ഓറഞ്ച് അതുപോലത്തെ എല്ലാ സാധനങ്ങളും നല്ല വിലയായി. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അരളി 600 രൂപ, 700 രൂപ, 1000 രൂപ വരെ പോയി. 1 കിലോ 1000 രൂപ വരെ പോയി. അത് ഈ നമ്മൾ ഈ പറയുന്ന ജമന്തിന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ഈ മഞ്ഞ ജമന്തി, ഓറഞ്ച് ജമന്തി നമ്മൾ ഇതിനെ പറയുമെങ്കിലും എനിക്കൊന്ന് തിരുവനന്തപുരത്താണോ എന്നറിയില്ല, അതോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ഇവിടെ ഇതിനെ കേന്തി എന്നാണ് പറയുന്നത്. അതേസമയം നമ്മുടെ ഈ വെള്ള നിറത്തിലുള്ള ഇതിനെ ജമന്തി എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന എന്നാൽ ഇന്നങ്ങനെ വ്യാപകമായി കാണാനില്ലാത്ത ഒന്നാണ് തെറ്റിപ്പൂ, ചുമന്ന തെറ്റിപ്പൂ. അതും ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ, ചാല മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പത്തപ്പൂ ഇടാനും അല്ലെങ്കിൽ പൂജാ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണെങ്കിലും അങ്ങനെ വ്യാപകമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഈ പറയുന്നത് പോലെ മാർക്കറ്റ് രാവിലെ തന്നെ സജീവമായിട്ടുണ്ട്. പൂവിപണികളാണ് ആദ്യം സജീവമാകുന്നത്. വലിയ വണ്ടികളിലൊക്കെ തന്നെ പൂവിപണി എത്തുന്നു. ഇനിയിപ്പം പ്രധാനമായും 2 ദിവസം കൂടി മാത്രമാണല്ലോ ഈ ഒരു ഓണാഘോഷം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പം തന്നെ നമുക്ക് രാവിലെ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ കാണാനും കിട്ടും. മറ്റൊന്ന്, ഇവിടെ മറ്റൊരു കടയിൽ കണ്ടൊരു ഈ പറയുന്ന പോലെ തന്നെ ഈ വെള്ളയും ഒപ്പം തന്നെ വയലറ്റ് പൂക്കളൊക്കെ വെച്ചിട്ട് കിട്ടുന്ന ഈ ഒരു മാലയാണ്. ചേട്ടാ ഇത് ഈ പൂവിന്റെ പേരെന്താ? അതിന്റെ പേരെന്താ അറിയില്ല. ഇത് വൈറ്റ് ജമന്തിയും അതിൻ്റെ ഒപ്പം പർപ്പിളും. അതൊരു എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി ഉണ്ട്. വൈറ്റ് ജമന്തി ഒപ്പം തന്നെ പർപ്പിളും ഒക്കെ തന്നെ വെച്ചിട്ടുള്ളൊരു മാല കിട്ടുന്നത്. അതിൻ്റെയൊക്കെ വില എങ്ങനെയാ? അതിൻ്റെയൊക്കെ വില എങ്ങനെയാ? വിലക്ക് പറയാൻ വേണ്ടി വില പറഞ്ഞു വിടാ. ഇതിന്റെയൊക്കെ വില എങ്ങനെയാ വരുന്നത്? ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂരിൽ ഭയങ്കര വില കൂടുതലാണ്. അവിടെ ഒരു വരലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അതിന്റെ വില കൂട്ടലാണ് ഇവിടെ വില കൂടി പറഞ്ഞത്. അല്ലാതെ ഇവിടെ ചാലയിലാണ് വില കൂടുതലെന്ന് ആൾക്കാർ പറഞ്ഞത്. ബാംഗ്ലൂരിൽ വില കൂടുതലാണ് സാധനങ്ങൾ, അതിനാണ് ഇത്രയും വില കയറിയത്. ഇതിന്റെ വില 300 രൂപ. തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് പോരുന്നത്. അവിടെ നേരിട്ട് ഇങ്ങോട്ട് വരും. ഡിമാൻഡ് ഒന്നുമില്ല, എല്ലാം നോർമൽ വില തന്നെ, വില കുറവ് തന്നെ, മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ ഏതായാലും പൂവിപണി സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് വാടാമല്ലി അങ്ങനെയുള്ള പൂക്കളും എല്ലാം തന്നെയുണ്ട്. പിന്നെ ഒരു പക്ഷേ ഇതും നമ്മൾ ഇപ്പം അങ്ങനെ ഞാൻ അങ്ങനെ വ്യാപകമായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മുടെ വയലറ്റ് നിറത്തിലുള്ള ഈ പൂ, ഒരു കടലാസ് പൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. കോഴിപ്പൂ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അതുമെല്ലാം തന്നെ ഈ വിപണിയിലുണ്ട്. അങ്ങനെ പിന്നെ മറ്റു ചെറിയ ചില കടകളിൽ പിന്നെ മറ്റു ചില കടകളിൽ നമ്മൾ ഈ പറഞ്ഞ കത്തപ്പൂവിന് നമ്മളിപ്പം ഈ മത്സരത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ തുമ്പപ്പൂവൊക്കെ പ്രധാനമായിട്ടും പൂക്കളത്തിന്റെ ഭാഗമാക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കിട്ടുന്ന ചെറിയ കടകളുമൊക്കെ ഉണ്ട്. പക്ഷേ അത്ര പറഞ്ഞ പോലെ തന്നെ രാവിലെ പൂ വിപണിയൊക്കെ സജീവമായിട്ടുണ്ട്. നമ്മള് ചാലക്കമ്പോളത്തിലെ കാഴ്ചകളൊക്കെ കണ്ടേ. അവിടെ രാവിലെ പൂവൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്.